നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കാട്ടുകനികൾ കഴിച്ചിട്ടുണ്ടാവും, നല്ല മധുരമുള്ള പഴങ്ങൾ. അതായത് 1980, 90 കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർ നമ്മൾ കൂട്ടുകാരൊത്തും നമ്മളെ സഹോദരങ്ങളൊത്തും സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതിൽ കുറച്ചെണ്ണത്തിൻ്റെ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പഴങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാറ്റിൻ്റെയും ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഒരു വീഡിയോ. അതിലാദ്യം മുട്ടാമ്പിളി, കാസർഗോഡ് മുട്ടാമ്പിളി എന്ന് പറയും, മറ്റു ജില്ലക്കാർ ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുന്നവരുണ്ട്. വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ആ പേര് കമൻറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞ് വരുന്നത് ഞാവൽപ്പഴം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻറ്റ് ഇടുക. പിന്നെ ഉള്ളത് കശുവണ്ടി മുളച്ചത്, സ്കൂളിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ അതൊക്കെ നമ്മൾ കശുമാവിൻ്റെ ചുവട്ടിൽ എടുത്ത് കഴിക്കും. ജൂൺ ജൂലൈ ആ ടൈമിനാണ് അത് ഉണ്ടാവുക. പിന്നെ വരുന്നത് കന്നിപ്പഴം, അത് അതുപോലെ തന്നെ മെയ് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് ഒരു മരത്തിൽ നിറയെ ഉണ്ടാവും. കുരുവികളൊക്കെ ഒരുപാട് കഴിക്കും അത് കന്നിപ്പഴം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ചൂരിപ്പഴം, അതും അങ്ങനെ തന്നെ ഒരു മുള്ളുള്ള ഒരു ചെടിയാണിത്, ഇലകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് ഇതൊന്നും കിട്ടാൻ വഴിയില്ല, കുറവാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാമെന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, ഒരുപാട് പഴങ്ങളുണ്ടാവും, എല്ലാറ്റിൻ്റെയും ഫോട്ടോ എനിക്ക് കിട്ടിയില്ല, കിട്ടിയത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് 1 by 1 ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, കാസർഗോഡ് ഇതിനെ മുട്ടാമ്പിളി എന്ന് പറയുന്നു, ചില നാട്ടിൽ ഞൊട്ടാഞ്ഞൊടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ഇടുക. ഇത് ഞാവൽപ്പഴം എന്ന് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് കമൻറ്റ് ഇടുക. ഇത് കശുവണ്ടി മുളച്ചത്, പ്രത്യേകിച്ച് എല്ലാ ദിക്കിലും ഒരേ പേര് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് കന്നിപ്പഴം, കാസർഗോഡ് സുലഭമായി ഉണ്ടാവാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല, കമൻറ്റ് ഇടുക. ഇത് ചൂരിപ്പഴം, കാസർഗോഡ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് പേരിടുക. ഓക്കെ.